അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പള്ളിയുടെ വാതിൽക്കൽ നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ പുറത്തിറങ്ങുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നു നിൽക്കുന്നുണ്ട്. ഒരു ദിവസം തങ്ങൾ ചോദിച്ചു, ഇബ്ലീസേ, നീ എന്തിനാ എന്റെ പള്ളിന്റെ വാതിൽക്കൽ വന്നിരിക്കുന്നത്? ഇബ്ലീസ് പറഞ്ഞു, ഒന്നിനുമല്ല, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലാഹുവല്ലേ. എന്തിനാണ് അല്ലാഹു നിന്നെ ഇങ്ങോട്ട് എത്തിച്ചത്? ലിതസ്അലുനി അമ്മാ ശിഇത, ഉദ്ദേശിച്ച് തങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്ലീസിനോട് ചോദിച്ചത് നിസ്കാരത്തെ പറ്റിയാണ്. ഇബ്ലീസിനോട് തങ്ങൾ ചോദിക്കുന്നു, ലിമ തംനഉ ഉമ്മത്തി അനിസ്സലാത്തി ബിൽ ജമാഅ, എന്റെ ഉമ്മത്തിൽ നിന്ന് പലരെയും ജമാഅത്ത് നിസ്കാരത്തിന് എന്തിനാ നീ തടയുന്നത്? എന്തിനാണ് എന്റെ ഉമ്മത്തിനെ ജമാഅത്തിൽ നിന്ന് തടയുന്നത്? ഇബ്ലീസ് പറഞ്ഞു, ഇദാ ഖറജതു ഉമ്മതുക ഇലസ്സലാ, നിങ്ങളുടെ ഉമ്മത്ത് നിസ്കാരത്തിന് പുറപ്പെട്ടാൽ തഖുദുനിൽ ഹുമ്മൽ ഹറാ, നല്ല ചൂടുള്ള പനി എനിക്ക് പിടിപെടും. എനിക്ക് വല്ലാത്ത പനി വരുന്ന നേരമാണത്, എനിക്കത് സഹിക്കാൻ പറ്റൂല. ഇബ്ലീസ് പറയാണ്, പിന്നെ എന്റെ പനി മാറണമെങ്കിൽ ജനങ്ങൾ അവിടെ നിന്ന് ജമാഅത്ത് കഴിഞ്ഞു പോകണം. അപ്പൊ പരമാവധി എനിക്ക് വലിയ പനിയൊന്നും വരാതിരിക്കാൻ കുറെ ആളുകൾക്ക് ഞാൻ ഉറക്കം കൊടുത്തും മറ്റു താല്പര്യങ്ങൾ കൊടുത്തും അവിടെ അങ്ങനെ നിർത്തും. വീട്ടിലങ്ങനെ നിന്നോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാലോ, ജമാഅത്ത് തന്നെ വേണമെന്നില്ലല്ലോ നിസ്കാരം സ്വഹിയാകാൻ. പലതും ആൾക്കാരെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുത്തിട്ട് പതുക്കെ വരെ വീട്ടിൽ നിർത്തും. സഹോദരങ്ങളെ, അവന്റെ ഒരു ശ്രമമാണത്, ജമാഅത്തിന് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം. ജമാഅത്ത് മുടങ്ങിപ്പോയാൽ മഹാന്മാർക്കൊക്കെയുള്ള വിഷമം അത് ഇബ്ലീസിന് ആലോചിച്ചുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജമാഅത്തിന്റെ കാര്യമാണ്. ജമാഅത്തിന് പോകുന്ന ആളുകൾ ആ പോകുന്ന പോക്കിലും അവരെ വീട്ടിലും അവരെ കുടുംബത്തിലും വലിയ ബറക്കത്തല്ലേ അല്ലാഹു തആല നൽകുന്നത്, ചെറിയ ബറക്കത്തല്ല.